കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും എന്താ 2025 കഴിഞ്ഞ് 2026 ആയി. ഓരോ വർഷം കഴിയുമ്പോഴും സത്യം പറഞ്ഞ നെഞ്ചിലൊരു വിങ്ങലാണ്. പ്രായം കൂടി വരുമല്ലേ. ഇറ്റ്സ് ബീൻ 27 ഇയേഴ്സ് ഞാൻ ഈ ഭൂമി വന്നിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് വിങ്ങലൊക്കെ ആവാലേ. എനിവേ, ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ചധികം തിരിച്ചറിവുകൾ ഉണ്ടാകും. അങ്ങനെ എൻ്റെ ലൈഫിലുണ്ടായ ഒരു റിയലൈസേഷനാണ്, നമുക്ക് കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ടാകാം, കോണ്ടാക്ട്സ് ഉണ്ടാകാം, വാട്ട് എവർ ഇറ്റ്, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ആർ എലോൺ. ഈ ഒരു റിയലൈസേഷൻ ലൈഫിൽ ഉണ്ടാക്കുന്നത് അത്രയും എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കുറേ ഗോ ത്രൂ ചെയ്യേണ്ടി വരും, കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും, കുറേ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാകും. ഈ ട്രോമാസും കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ പാസ്റ്റിനെ ഓർത്തുള്ളൊരു റിഗ്രറ്റ് വരുന്നത്. ഈ റിഗ്രറ്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ മാറ്റാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ ഹീലിംഗ് പ്രോസസ്സിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ട്രോമാസിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു റിഗ്രറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരു 2 മാസം വേസ്റ്റ് ആക്കിയില്ലേ എന്നുള്ളൊരു റിഗ്രറ്റ് ആക്ച്വലി നമുക്കൊരു 3 മാസം കാണും. അങ്ങനെ 2025 ഞാൻ വേസ്റ്റ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 8 മാസമാണ്. ഈ 8 മന്ത് എന്ന് പറയുന്നത് എനിക്കിനി തിരിച്ചു കിട്ടോ? ഇല്ല. പക്ഷേ 8 മന്തിൽ ഞാൻ ഗോ ത്രൂ ചെയ്ത കുറേ കാര്യങ്ങൾ വളരെ 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 പോസിറ്റീവായിട്ടുള്ള വേയിലാണ് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ എടുത്തുകൊണ്ട് പോകുന്നതെങ്കിലോ ഇറ്റ്സ് ലുക്ക് ലൈക്ക് ഒരു സ്ട്രോങ് വിമണ്ണയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അല്ലേ? അത് തന്നെയാണ്. നമ്മൾ ഇനി ഇങ്ങനെയുള്ള ടൈമിൽ നമുക്ക് വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളെപ്പറ്റി വേറെ കുറേ ആൾക്കാർ മോശം പറഞ്ഞ് നടക്കുന്നത്. ഈ മോശം പറഞ്ഞ് നടക്കുന്നത് കേൾക്കുന്ന തേർഡ് പേഴ്സൺ എന്താണ് പ്രശ്നമെന്ന് പോലും അറിയാതെ നമ്മളെ അങ്ങ് ഈസിലി ജഡ്ജ് ചെയ്ത് കളയും. ഇനി ഈ ജഡ്ജ് ചെയ്യുന്ന ആളുടെ അടുത്ത് പോയിട്ടും എടാ സജിയെ അത് അങ്ങനെയല്ലടാ ഇങ്ങനെയാടാ എന്ന് പറയണമെന്ന് നമുക്കുണ്ടെങ്കിലും ഇറ്റ് വിൽ റൂയിൻ ദ എൻ്റയർ പീസ് ഓഫ് യുവർ ലൈഫ്, അല്ലേ? മെൻ്റൽ പീസ് അല്ലേ നമുക്ക് ഇമ്പോർട്ടൻസ്. സോ കുറച്ച് സൈലൻസ് ഒക്കെ ആവുന്നത് നല്ലതാണ്. പിന്നെ നഷ്ടപ്പെട്ടു പോയത്, ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും നമുക്ക് ഒരു പ്രണയമാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിലും നഷ്ടപ്പെട്ടു പോയി, അത് അത്രയേ ഉള്ളൂ. നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്തായാലും പറ്റത്തില്ല. സോ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഒരു ദിവസമായാലും ഒരു മണിക്കൂറായാലും ഒരു മാസമായാലും ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഓക്കെ, എനിവേ ഹാപ്പി 2026 ഗൈസ്.